നമസ്തേ. എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തി എന്താണ് എസ്റ്റർഡേ നൈറ്റ് ചിന്തിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്, ഒരു വിധിയാണ് അവർക്ക് മുന്നിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ ഫലമായിട്ടാവാം, അതല്ലെങ്കിൽ മുൻ ജന്മങ്ങളിൽ ചെയ്ത ചില കാര്യങ്ങളുടെ ഫലമായിട്ടാവാം. ഒരു വിധിയെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്. അവരുടെ ലൈഫിന് അവർക്കൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. മാറി ചിന്തിക്കണമെന്ന് അവരുടെ സോൾ അവർക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വളരെ സമാധാനമായിട്ട് കാര്യങ്ങളെ ചിന്തിച്ച് തീരുമാനമെടുക്കുക എന്നാണ് അവരിപ്പോൾ വിചാരിക്കുന്നത്. കാരണം അവർ പെട്ടെന്നെടുത്ത ഒരു ആക്ഷനും ഒന്നും നോക്കാണ്ട് പെട്ടെന്ന് സഡൻ എടുത്ത ഒരു ആക്ഷൻ്റെ ഫലമായിട്ട് അവരൊരു വിധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. അവർ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ജസ്റ്റിസിലൂടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്ന് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൂടാതെ തന്നെ അവർക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ലോസും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ അവർക്ക് ഒരു അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥ, അവർ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ എല്ലാം ഉണ്ടായത് അവർ ചെയ്തു പോയ അവരെടുത്ത ആക്ഷൻ്റെ, പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ എടുത്ത ഒരു ആക്ഷൻ്റെ ഫലമായിട്ടാണ് എന്നവർ വ്യക്തമായി മനസ്സിലാക്കുന്നു. ആ ഒരു വിധിയെ അവരിപ്പം നേരിടേണ്ടി വന്നുവെന്നും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ, അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർ നല്ല രീതിയിൽ എഫോർട്ട് എടുക്കണമെന്നും സമാധാനപരമായിട്ട് ആലോചിച്ച് ഒരു പുതിയ തുടക്കം, നല്ലൊരു സ്ട്രോങ് ആയ നല്ല രീതിയിൽ ഉറച്ച തീരുമാനത്തോടു കൂടി വ്യക്തതയോടുകൂടി ഒരു പുതിയ തുടക്കം അവരുടെ ജീവിതത്തിൽ വേണമെന്നും അത് അവരുടെ ലൈഫിൽ ഒരു സൺറൈസിങ്ങിലേക്ക് എത്തിച്ചേർക്കാൻ അവരെ സഹായിക്കുമെന്നുമൊക്കെ അവർക്ക് പൂർണ്ണമായും മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു എസ്റ്റർഡേ തോട്ട്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് അവർക്കൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അവർ ചെയ്തു പോയ, അതായത് മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയ ഫലമായിട്ട് അവർക്ക് വേണ്ടപ്പെട്ടതായ ചില സ്ഥലങ്ങളിൽ അവർ അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു എന്നതുമെല്ലാം അവരുടെ സോളിന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു. നല്ലൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അവരിലൊരു സൺറൈസിങ് സക്സസ്സും ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ അവരുടെ പേരൻസ് ആവാം, അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാവാം, അവരെ പൂർണ്ണമായും ഗൈഡൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവർക്കൊരു ഗൈഡൻസ്